കണ്ടംപററി സ്റ്റൈലും സമകാലിക സ്റ്റൈലും ചേർന്നൊരു അത്യുഗ്രൻ വീടാണിത്. അതിമനോഹരമായ മോഡലിലുള്ള ഒരു മനോഹരമായ ഭവനത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീടിനെപ്പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ നാച്ചുറൽ സ്റ്റോൺ ചെയ്തിരിക്കുന്ന മുറ്റം തന്നെ അതിമനോഹാരിത വിളിച്ചോതുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനിടയിൽ നാച്ചുറലായിട്ടൊരു ഗ്രാസ് കൂടെ വന്നിരിക്കുന്ന കാരണം അതിൻ്റെ പ്രത്യേക ഭംഗി എടുത്തു പറയേണ്ടതാണ്. കണ്ടു കഴിഞ്ഞാൽ കൊട്ടാരത്തിൻ്റെ മാതൃകയിലുള്ളൊരു കണ്ടംപററി സ്റ്റൈലിലാണ് വീട് പണിത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിനോടൊപ്പം വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് വരാം. 4500 സ്ക്വയർ ഫീറ്റിലാണ് വീട് ഒരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ മനോഹരമായൊരു സിറ്റ് ഔട്ടിന് ഫ്ലോറും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൊട്ടാരത്തിൻ്റെയൊക്കെ മാതൃകയിൽ വരുന്ന തൂണുകൾ കൊണ്ട് അനുസ്മരിപ്പിക്കപ്പെടുന്ന ഒരു വർണ്ണാഭമായ സിറ്റ് ഔട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ പാസേജൊക്കെ കണ്ടില്ല, ഒരു കൊട്ടാരത്തിൻ്റെയൊക്കെ മാതൃകയിലാണ് ചെയ്തിട്ടുള്ളത്. ഈ പുറത്തെ കാഴ്ചകൾക്ക് പുറമെ നമ്മളിനി അകത്തേക്ക് കയറുമ്പം രാജകീയ ശൈലിയിലുള്ള ഒരു വാതിൽ, ഒരു ഫ്രണ്ട് ഡോറാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ അകത്തെ ഭാഗമാണ്. ഇനി നമുക്ക് അകത്തെ കാഴ്ചകളെല്ലാം കാണാം. ഇനി കയറി വരുമ്പോൾ ഇടതുവശത്തായിട്ട് കാണുന്നതാണ് ഈ വീടിൻ്റെ ലിവിംഗ് റൂം. വളരെ സ്പേസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു കാഷ്വൽ ലിവിംഗ് റൂമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലിവിംഗ് ഏരിയയിൽ ഫർണിച്ചറുകളെല്ലാം നിങ്ങൾക്ക് കാണാം. വളരെ സിമ്പിളായിട്ടാണ് ഓരോന്നും തിരഞ്ഞെടുത്തിരിക്കുന്ന. പെയിൻറ്റിങ്, കർട്ടൻ, അതുപോലെ തന്നെ TV യൂണിറ്റ് എല്ലാം വളരെ സിമ്പിളാണ്. അപ്പോൾ ഇനി ഇതിനെല്ലാം ഭംഗിയാക്കുന്നത് ലൈറ്റിംഗ് ആണ്. പാനൽ സീലിങ്ങിൻ്റെ ഇടയ്ക്കുന്നുള്ള LED ലൈറ്റുകളുടെ പ്രഭാവം അതൊരു മാറ്റ് കൂട്ടുന്നൊരു സംഭവമാണ്. പിന്നെ ഇതിൻ്റെ ആ ലൈറ്റ് കൊടുത്തിരിക്കുന്നത് വലിയൊരു ലാമ്പ് വന്നിരിക്കുന്നതൊക്കെ നമ്മുടെ ഇൻറ്റീരിയറിനെ കൂടുതൽ മനോഹരമാക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം സിമ്പിളാണ് കേട്ടോ. ലാമ്പ് ഹാങ് ചെയ്തിരിക്കുന്നതിന് മുകളിലായി വന്നിരിക്കുന്ന ആ ഡിസൈനും ഒക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലിവിംഗ് റൂമിൽ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയാൽ ചെറിയൊരു പാസേജ് പോലെയാണ്. അവിടുന്ന് നേരെ ഒരു റൂമിലേക്കാണ് കയറുന്നത്. അപ്പോൾ അതിലോട്ട് നമുക്ക് പോകാം. ലിവിങ് ഏരിയയിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്ന ഭാഗമൊക്കെ വളരെ സ്പേസ് ആണ്. അപ്പോൾ അതെല്ലാം നമുക്ക് വീഡിയോയിലൂടെ കാണാം. എന്തായാലും ഈ റൂമിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ ആദ്യത്തെ ഒരു ബെഡ്റൂമാണ്, ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിൻ്റെ ഭംഗി നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. അപ്പം ഇവിടുത്തെ കർട്ടനും ഒക്കെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ പറയുന്ന പോലെ ലൈറ്റ്, ഒരു ഗ്രേ, ഒരു ബ്രൗണിഷ് കോമ്പിനേഷൻ വരുന്ന രീതിയിലുള്ള കർട്ടനും അതുപോലെ ലൈറ്റായിട്ടുള്ള പെയിൻറ്റിങ് ആണ്. പിന്നെ നമ്മുടെ ലൈറ്റ് സെറ്റിങ് കാര്യങ്ങൾ, പിന്നെ ഇവിടെയുള്ള ഷെൽഫ് നല്ല വിശാലത തോന്നിക്കത്തക്ക രീതിയിൽ ബെഡ്റൂമിലേക്ക് വേണ്ടതെല്ലാം ഉൾക്കൊള്ളത്തക്ക രീതിയിലുള്ള ഒരു റൂമാണിപ്പം നമ്മൾ കണ്ടത്. ഇതൊരു കോമൺ സ്പേസ് ആണ്. നമ്മൾ ഈ വീട്ടിലേക്ക് കയറുമ്പം നേരെ ഒരു പാസേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിലായിട്ട് വന്നിരിക്കുന്ന ഇൻറ്റീരിയറിൻ്റെ ലൈറ്റിങ് അതിപ്രസരം ഇല്ലാത്ത രീതിയിൽ LED ലൈറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ലൈറ്റുകൾ വളരെ ക്ലാസി ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഓരോ വശങ്ങളിലായിട്ടുള്ള ഇൻറ്റീരിയറിൻ്റെ വാളുകൾ, അതേപോലെ തന്നെ ലിവിങ് ഏരിയയിലൊക്കെ ഉള്ള ആ ഫർണിച്ചറുകളെയൊക്കെ ഇണങ്ങുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്ന് വേണം പറയാം. സിമ്പിളായി ഇൻറ്റീരിയർ ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോമൺ ഏരിയയിൽ അധികം അലങ്കാര വസ്തുക്കൾ ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. നേരെ നമ്മൾ ഈ ഒരു കോമൺ ഏരിയയിൽ നിന്നും ഓപ്പൺ ആയിട്ടുള്ള ഒരു ഡൈനിങ് ഹാളിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ഒരു ഡൈനിങ് ഹാളാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഫോൾ സീലിങ്ങും കാര്യങ്ങളും ഒക്കെ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ടേബിളിന് സമീപത്തല്ലാതെ വാഷ് ബേസിന് കൊടുത്തിരിക്കുന്ന ഒരു സ്പേസ് ഒരു കിടിലൻ ഐഡിയ ആണ്. ആ കോമൺ സ്പേസിൽ കൊടുത്തിരിക്കുന്ന ഡിസൈനും അതുപോലെ ടൈലിൻ്റെ ആ ഒരു ഭംഗിയും ഒക്കെ വളരെ സ്മാർട്ടായിട്ട് തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് തന്നെ പറയണം. ഫ്ലോറിങ്ങിന് കൊടുത്തിരിക്കുന്ന ടൈലുകൾ പ്രീമിയം ഫിനിഷ് ടച്ചിലുള്ളതാണ്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് നല്ല ബ്രൗണിഷ് ബ്ലാക്ക് ആയിട്ടുള്ള ഗ്ലോസി ഫിനിഷ് ടൈലും വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് അതും ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നീണ്ട പാസേജിലൂടെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ചെറിയ കോറിഡോറൊക്കെ ഉണ്ട്. അവിടെ ഒരു കാർപ്പറ്റൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു. അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ ചെരുപ്പുകളൊക്കെ വെക്കാൻ പറ്റിയ ഒരു സ്പേസ് ആണ്. അങ്ങനെയുള്ളൊരു സ്പേസും ഒരുക്കിയിട്ടുണ്ട്. ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു തെർമോക്കോളിൽ ചെയ്ത വർക്കാണ്. ഡൈനിങ് ടേബിളിനോട് ചേർന്ന് തന്നെ ഒരു തെർമോക്കോളിൽ കോസ്റ്റ് കുറച്ച് എന്നാൽ കണ്ട ഒരു പ്രീമിയം ലുക്ക്, അതായത് വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് ഈ കാണുന്നത്. ഡൈനിങ് ഹാളിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരത്തെ കണ്ട ഒരു ചെറിയ സ്പേസ് കൂടെ കഴിഞ്ഞാൽ നേരെ പോകുന്ന കിച്ചണിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇനി കിച്ചണിലേക്കാണ് കയറാൻ പോകുന്നത്. ഇവിടെ വാതിലുകളെല്ലാം തേക്കൂട്ടിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഹൈറ്റിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കിച്ചൺ കബോർഡ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാം. കൗണ്ടർ ടോപ്പ് വരുന്നത് ഫുൾ ലെങ്ത് കിച്ചൺ സ്ലാബ്, അതേപോലെ തന്നെ വാൾ ടൈലാണെങ്കിലും ഗ്ലോസി ഫിനിഷ് പ്രീമിയം സെറാമിക് ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. അതിനൊരു ബ്രൗണിഷ് കോമ്പിനേഷൻ വരുന്നുണ്ട്. മുകളിലുള്ള ടൈലുകളൊക്കെ ആണെങ്കിലും
സെറാമിക് ആണ്. അതെല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ കളർ മാച്ചിങ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് ആരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു ലൈറ്റ് കളേഴ്സാണ് കൊടുത്തത്. മുകളിൽ സാധനങ്ങൾ വെക്കാനുള്ള റാക്കുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന കബോർഡ് വർക്കുകളെല്ലാം മൾട്ടിവുഡിലാണ്. അപ്പോൾ അതിൻ്റെ സൈഡ് ബീഡിങ് കൊടുത്തിരിക്കുന്ന ഒരു കോമ്പിനേഷൻ, ഇതെല്ലാം വളരെ വൃത്തിയായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ പൈപ്പ്, സിങ്ക്, അതേപോലെ സ്റ്റീൽ വാഷ് ബേസിൻ, മോഡുലർ കിച്ചൺ, അതായത് ഇലക്ട്രിക് ചിമ്മിനി കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റോറേജ് അറേഞ്ച്മെൻറ്റ്, നമ്മുടെ സാധനങ്ങളെല്ലാം വെക്കാനുള്ള മോഡേൺ കിച്ചണിന് വേണ്ട അറേഞ്ച്മെൻറ്റ്സ് ആണ്. അപ്പോൾ അതിൻ്റെ സ്റ്റോറേജ് സ്പേസുകളാണ് ഒരുക്കിയിരിക്കുന്നത്, കബോർഡ് വർക്കുകളാണ്. കണ്ടാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റാക്ക് അറേഞ്ച്മെൻ്റ് ആണ്. അതേപോലെ തന്നെ സൗകര്യപ്രദമായിട്ട് യൂസ് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് എടുക്കാവുന്ന രീതിയിലാണ് അതിൻ്റെ സെറ്റിങ്സ്. ചാനൽ വഴി നമുക്ക് വളരെ സിമ്പിളായിട്ട് തുറക്കാവുന്ന രീതിയിലൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പല രീതിയിൽ വരുന്നുണ്ട്. വേറൊരു റാക്ക് നമുക്ക് ഇപ്പുറത്ത് നോക്കിയാൽ അതും കൂടെ കണ്ടു നോക്കാം. ഈ ഒരു റാക്കിൻ്റെ അറേഞ്ച്മെൻറ്റ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. നമുക്ക് വലിച്ചെടുത്ത് കഴിഞ്ഞ് നേരെ തിരിച്ച് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് സാധനങ്ങൾ എടുക്കാൻ പറ്റുന്ന രീതിയിലാണിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് മാത്രമല്ല, ഒറ്റ വലിയ സ്പേസിലേക്ക് വരുന്ന രീതിയിലുള്ള ഒരു ഫ്രിഡ്ജിൻ്റെ മാതൃകയിൽ വന്നിരിക്കുന്ന ഒരു സ്റ്റോറേജിൻ്റെ സ്പേസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കിച്ചണുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു സെൻറ്റർ ഭാഗത്തായിട്ടാണ് കിച്ചൺ വന്നിരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഉള്ള ഒരു ബെഡ്റൂമാണ്, താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇത് വലിയ സ്പേസ് ഉള്ള ഒരു റൂമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഡോറിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളതെല്ലാം തേക്കൂട്ടിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ്, കർട്ടൻ കാര്യങ്ങൾ, പെയിൻറ്റിങ് എല്ലാം ഇതേപോലെ ഒരേ രീതിയിലാണ് എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ റൂമിലെ ഒരു മിററും അതിനോട് ചേർന്നുള്ളൊരു ഷെൽഫുമാണ്. അത് വർക്ക് ചെയ്തിരിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. വളരെ സ്പേസ് ഒതുക്കം കിട്ടത്തക്ക രീതിയിൽ ചെയ്തിരിക്കുന്നു. അതുപോലെ മേളിൽ വന്നിരിക്കുന്ന വർക്കുകൾ, നമ്മുടെ തുണി കാര്യങ്ങളെല്ലാം വെക്കാനുള്ള റാക്കുകളും എല്ലാം അറേഞ്ച് ചെയ്തു. ഇവിടെ റാക്ക് ഉണ്ട് എന്ന് അറിയാത്ത രീതിയിൽ തന്നെയാണ് അതെല്ലാം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്, അതാണ് ഈ കാണുന്നത്. മോഡേൺ രീതിയിൽ സൗകര്യങ്ങളോട് കൂടിയ ഒരു ബാത്റൂമും അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ മുറികളിലാണേലും അല്ലെ ബാക്കി കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, ഒരുപാട് ആക്സസറീസോ കാര്യങ്ങളോ അല്ലെങ്കിൽ പെയിൻറ്റിങ്സോ വാൾ പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. വളരെ സിമ്പിളായിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇനി ഈ വീടിൻ്റെ അപ്സ്റ്റെയറിലേക്കാണ് പോകുന്നത്. അപ്സ്റ്റെയർ സ്റ്റെപ്പെല്ലാം ചെയ്തിരിക്കുന്ന ഗ്രാനൈറ്റ് ആണ്. അതുപോലെ ഹാൻഡ് റെയിൽ വന്നിരിക്കുന്നത് അയണിൽ തന്നെ ഒരു ലേസർ കട്ടിങ് ചെയ്ത് എടുത്തിരിക്കുന്ന സിമ്പിളായിട്ടുള്ള വർക്കാണ്. ഫുള്ള് ബ്ലാക്ക് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അകത്തും പുറത്തും ഒക്കെ കണ്ട ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഡിസൈനുകൾ HD ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ എന്ന് പറയുന്ന കൺസ്ട്രക്ഷനാണ് ചെയ്തിരിക്കുന്നത്. അൻസൽ എന്ന് പറയുന്ന ഒരു ഡിസൈനറിൻ്റെ സജഷനും അതേപോലെ അവരുടെ സഹകരണത്തോടെയൊക്കെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇനി മേളത്തെ ബാൽക്കണിയിലേക്ക് വരുമ്പോഴും ഈ നമ്മൾ താഴെ കണ്ട ഹാൻഡ് റെയിലിൻ്റെ സെയിം ഒരേ രീതിയിലുള്ള വർക്കുകളാണ് ഇവിടെയും ചെയ്തിട്ടുള്ളതെന്ന് പറയാൻ. താഴെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഒരു പാസേജാണ്. ആ പാസേജിന് മുകളിൽ കൊടുത്തിരിക്കുന്ന ഇൻറ്റീരിയറിൻ്റെ ലൈറ്റും അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റുമാണ്. ഇവിടെ ഒരു റൂമാണ് വരുന്നത്. അപ്പോൾ ആ റൂമിലേക്ക് നമുക്ക് കയറാം. വലിയൊരു റൂം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സ്പേസിൽ കാണാൻ പറ്റുന്ന ഒരു റൂം, അതേപോലെ അതിൻ്റെ കട്ടിൽ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടെയൊക്കെ രാജകീയമായ രീതിയിലുള്ള ഒരു കട്ടിലും ഒക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കുറച്ച് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ വരാനുണ്ട് ഇവിടെ. പിന്നെ മുകളിലത്തെ ആ ഒരു ഫോൾ സീലിങ്ങും അതേപോലെ കൊടുത്തിരിക്കുന്ന ലൈനിങ്ങും ആ അറേഞ്ച്മെൻറ്റും ഒക്കെ വളരെ കാം ആൻഡ് കൂളായിട്ടുള്ള ലൈറ്റ് സെറ്റിംഗ് ആണ്. ഇവിടെ താഴെ ഒരു മിററും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ കർട്ടൻ്റെ അറേഞ്ച്മെൻറ്റ് കാര്യങ്ങൾ, പിന്നെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ മൊബൈലോ വാച്ചോ കാര്യങ്ങളോ ഒക്കെ പേഴ്സോ ഒക്കെ വെക്കാൻ പറ്റിയ ഒരു ചെറിയ ഷെൽഫ്സ്, ടീപ്പോയി, അതിൻ്റെ ഇപ്പുറത്തായിട്ടൊരു ഇൻഡോർ ഫ്ലവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പോട്ട്, അതേപോലെ തന്നെ ഇപ്പുറത്തെ ഷെൽഫ്സ് എല്ലാം വളരെ ഡീസൻ്റ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള വർക്കുകളിൽ ചെയ്തു വച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെയും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. നമ്മൾ താഴെ കണ്ട പോലെ ആ സെയിം ബാത്റൂം ഫിനിഷിംഗ് ആണ് വരുന്നത്. പിന്നെ വലിയൊരു മിററും നമുക്ക് ഇറങ്ങിയാൽ കാണാൻ സാധിക്കുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. ഷെൽഫിൻ്റെ കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നു. നമ്മൾ കാര്യങ്ങളെല്ലാം റൂമിലേക്ക് വേണ്ടതെല്ലാം വെക്കാനുള്ള സ്റ്റോറേജും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെ നമ്മൾ ഒരു സെൻറ്റർ ഭാഗം വന്നിരുന്നു, അതാണ് ഈ കാണുന്നത്.
ഇവിടെ ഒരു ഓട്ടോമാറ്റിക് ഡോറാണ്, കാരണം ഇത് വലിയൊരു കോർട്ട്യാർഡിലേക്കാണ് ഇറങ്ങി ചെല്ലുന്നത്. ഒരു സ്വല്പം വർക്ക് പൂർത്തിയാകാനുണ്ടാകും, അതാണ് അവസാനം കാണിച്ചത്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള റിമോട്ട് വെച്ച് ഓപ്പറേറ്റ് ചെയ്യാവുന്നൊരു ഡോറാണ് വന്നിരിക്കുന്നത്. ജില്ലാ ടൂറിസം ഓഫീസ്, പോലീസ് കൺട്രോൾ റൂം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കരുപിടിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബന്ധപ്പെടാനായിട്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. ചിലവ് കുറച്ചോ നിങ്ങളുടെ ഐഡിയയിലൊക്കെ ചെയ്യാൻ പറ്റിയൊരു നല്ല കൺസ്ട്രക്ഷനാണ്. HD ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ എന്നാണ് പേര്. അപ്പോൾ എന്തായാലും നിങ്ങൾ വിളിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീട്ടിൽ വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും.